അടുത്ത ഡിഫറൻസ് മെത്തേഡ് ആകുമ്പോൾ ഒരു ഫൈനൈറ്റ് സീരീസ് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നതാണ്. ഒരു ഫൈനൈറ്റ് സീരീസിനകത്ത് അതിൻ്റെ എന്ത് ടേം ഈ കിടക്കുന്ന ഫോമിലാണെങ്കിൽ, ഒരു ഫൈനൈറ്റ് സീരീസിനകത്ത് എന്ത് ടേം ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ, ദാറ്റ് ഈസ് UN is equal to f of n minus f of n minus 1 ആവുക. എഫ് എന്നൊരു ഫംഗ്ഷനാണ്. എഫ് ഓഫ് എൻ മൈനസ് എന്താവുക, എഫ് ഓഫ് എൻ മൈനസ് 1 ആവുക. ഇങ്ങനെ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിനകത്ത് U1 എടുത്ത് എഴുതാം. U1 is equal to എന്താ പറയുക, U1 is equal to എന്നിനൊരു 1 കൊടുക്കുക. എന്നിനൊരു 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് 0 ആവും. അടുത്ത U2 ആകുമ്പോഴത്തേക്ക് എഫ് ഓഫ് 2 മൈനസ് എന്താവും, എഫ് ഓഫ് 1 ആവും. കാരണം ഇവിടെ n മൈനസ് 1 എന്നല്ലേ വരാം. എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് 1 ഒന്ന് കുറഞ്ഞല്ലേ വരാം. അപ്പോൾ എഫ് ഓഫ് 2 ആകുമ്പോൾ U2 ആകുമ്പോൾ എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 1 ആവും. U3 ആകുമ്പോൾ എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2 ആവും. അങ്ങനെ ലാസ്റ്റ് ടേം ഫൈനൈറ്റ് സീരീസ് ആയതുകൊണ്ട് എന്ത് ടേമുകളെ കാണത്തുള്ളൂ. ലാസ്റ്റ് ടേം UN is equal to എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് 1 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഏതാ U1 U2 എക്സെട്ര അപ് ടു UN എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എഫ് ഓഫ് 1ഉം ഇവിടെ വരുന്ന എഫ് ഓഫ് മൈനസ് 1 ക്യാൻസലായി പോകും. അടുത്ത ഇവിടെ ഒരു എഫ് ഓഫ് 2ഉം അടുത്ത എഫ് ഓഫ് മൈനസ് 2ഉം ക്യാൻസലായി പോകും. അങ്ങനെ ക്യാൻസലായി പോയി എന്തൊക്കെ അടുത്ത എഫ് ഓഫ് 3യും അതിൻ്റെ താഴെ ഒരു ടേം ഉണ്ട്, അതും ക്യാൻസലായി പോകും. അങ്ങനെ ക്യാൻസലായി പോയി ഇവിടുത്തെ എഫ് ഓഫ് എൻ മൈനസ് 1ഉം അതിന് തൊട്ട് ഏതാ UN മൈനസ് 1നകത്ത് വരുന്ന ഒരു N മൈനസ് 1 ഉണ്ട്, അതും കൂടെ ക്യാൻസലായി പോകും. ഈ ടേമുകളെല്ലാം ക്യാൻസലായി പോകും. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ടേമുകളെല്ലാം ക്യാൻസലായി പോകും. ഈ ടേം ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ടേമുകളെല്ലാം ക്യാൻസലായി പോകും. ബാക്കി റിമെയിൻ ചെയ്യുന്ന ടേം ഏത് മാത്രമേ ഉള്ളൂ. ബാക്കി റിമെയിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു എഫ് ഓഫ് n റിമെയിൻ ചെയ്യും. അടുത്ത എന്തുണ്ട്, മൈനസ് എഫ് ഓഫ് 0 റിമെയിൻ ചെയ്യും. ബാക്കിയെല്ലാം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര പ്ലസ് UN എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ഒരു എഫ് ഓഫ് n കിട്ടും. പിന്നെ എന്ത് കിട്ടും, മൈനസ് എഫ് ഓഫ് 0 എന്നും കിട്ടും. ഇതായിരിക്കും അതിൻ്റെ സമ്മ് കിട്ടുക. എഫ് ഓഫ് n മൈനസ് എഫ് ഓഫ് 0 വരും. അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. Sn is equal to എഫ് ഓഫ് n മൈനസ് എഫ് ഓഫ് 0. ദാറ്റ് ഈസ് UN is equal to ഈ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ, എന്ത് ടേമിന് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഫ് ഓഫ് n മൈനസ് എഫ് ഓഫ് n മൈനസ് 1 എന്നുള്ള രീതിയിൽ ഒരു എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കിട്ടുമെങ്കിൽ അതിൻ്റെ സമ്മ്, ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് Sn is equal എന്തായിരിക്കും വരിക, എഫ് ഓഫ് ലാസ്റ്റ് എഫ് ഓഫ് n മൈനസ് എന്ത് വരും, എഫ് ഓഫ് എന്ത് വരും, 0 എന്ന് വരും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് മെത്തേഡ്. ഇത് പല രീതിയിലുണ്ട്. ഇതിപ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത്, കാരണം എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് 1 ആകുമ്പോൾ ഒന്നിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അടുത്ത രണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ഈ സംഭവം കണ്ടുപിടിക്കുക. സിഗ്മ n is equal to 1 to capital N, സിഗ്മ n is equal to 1 to capital N 1 by n into n plus 1. ഈ സമ്മ് കണ്ടുപിടിക്കുക. ഈ സിഗ്മ n is equal to 1 to capital N എഴുതുന്നത് ഏതാ, എന്നിന് വരെ 1 2 3 എക്സെട്ര അപ് ടു ക്യാപിറ്റൽ N വരെ കൊടുത്തിട്ട് എല്ലാം കൂടെ സമ്മ് ചെയ്യുക. അപ്പോൾ ഈ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 1 by n into UN എടുത്ത് എഴുതുക. എന്ത് ടേം UN is equal to ഇതല്ലേ വരിക, 1 by n into n plus 1. അപ്പോൾ എന്ത് ടേം UN is equal to 1 by n into n plus 1. ഇനി 1 by n into n plus 1 എങ്ങനെ എഴുതാം, 1 by n into n plus 1 ഈ രീതിയിൽ മാറ്റി എഴുതാം. 1 by n into n plus 1 ഈ രീതിയിൽ എന്ത് ചെയ്യാം, 1 by n മൈനസ് 1 by n plus 1 എന്ന് എഴുതാം. കാരണം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് 1 by n മൈനസ് 1 by n plus 1 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n plus 1 മൈനസ് n by n എന്ന് വരും. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇത് ക്യാൻസലായി പോയിട്ട് 1 by എന്ത് കിട്ടും, അല്ല 1 by n into n plus 1 ആണ്. ഇവിടെ n plus 1 ഉണ്ട്, ക്യാൻസൽ ആയപ്പോൾ ബാക്കി എന്താ, 1 by n into n plus 1 എന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ മാറ്റി എഴുതാം. 1 by n into n plus 1 എന്ന രീതിയിൽ മാറ്റി എഴുതാം. ഇതല്ലാതെ ചെയ്യുന്നതെന്ന് പറയുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. 1 by അടുത്തൊരു പ്രോബ്ലത്തിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ചെയ്യുന്നതെന്ന് പറയുന്നത് 1 by n into n plus 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. അതായത് എന്നിനെ n plus 1നെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് മേളിൽ വരുന്ന വാല്യൂസ് അറിയത്തില്ലല്ലേ, അപ്പോൾ അതിന് a എന്നും b എന്നും കൊടുക്കാം. a by n പ്ലസ് b by n plus 1. എന്നിനെ n plus 1നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി
ഇനി എയും ബി കണ്ടുപിടിച്ചാൽ മതി. എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ടേം ഏതാ, n × n+1 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും, റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു n ക്യാൻസലായി പോവും, ബാക്കി a × n+1 ആവും. അടുത്ത ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം n × n+1 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ എന്ത് ക്യാൻസലായി പോയി, n+1 ക്യാൻസലായി പോകും, ബാക്കി ഒരു n വരും. ഇങ്ങനെ വരും, a1 = a × n+1 + bn എന്ന് വരും. ഇവിടെ n വരെ 0 കൊടുക്കുകയാണെങ്കിൽ n = 0 കൊടുക്കുകയാണെങ്കിൽ n = 0 ഇംപ്ലൈസ് ഏത് ടേം അങ്ങ് പോകും, n = 0 ആകുമ്പോൾ ഈ ഒരു ടേം അങ്ങ് പോകും. അപ്പോൾ n വരെ 0 ആകുമ്പോൾ ഇവിടെ 0 ആവും, ബാക്കി എന്ത് വരും, a × 1, ദാറ്റ് ഈസ് a = 1 എന്ന് കിട്ടും. എയുടെ വാല്യൂ 1 കിട്ടും. അതുപോലെ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, a = 1 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഈ a = 1 ഇട്ട് കൊടുത്താലും മതി. അടുത്ത അല്ലെങ്കിൽ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ n -1 കൊടുത്താലും മതി. ഇപ്പം നമുക്ക് n = 1 അല്ലേ കൊടുത്തത്, അടുത്ത n ഈ ടേം 0 ആയി പോകണം. n വരെ 0 കൊടുത്ത് എന്തുകൊണ്ട്, ഈ ടേം 0 ആയി പോകാൻ വേണ്ടിയാണ്. അടുത്ത n -1 കൊടുത്ത് നോക്കുക. n -1 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ -1 ഈ ടേം അങ്ങ് 0 ആയി പോകും, -1 + 1 ആവും, അപ്പോൾ എയുടെ ടേം അങ്ങ് പോകും. ബാക്കി ബിയുടെ ടേം എന്താവും, b × n -1 ആകുമ്പോൾ -b വരും, -b = 1 ആവും, b = -1 ആവും. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 1 കിട്ടും, ബിയുടെ വാല്യൂ -1 കിട്ടും. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ -1, മൈനസ് ഫ്രണ്ടിൽ എഴുതിയേക്കുന്നേ ഉള്ളൂ, ഫ്രണ്ടിലോട്ട് എഴുതിയേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് un = 1/n × n+1 n n+1 രണ്ടായിട്ട് സ്പ്ലിറ്റ് എഴുതുക, 1/n - 1/n+1. ഇനി നേരത്തെ പറഞ്ഞ ഫോം ആണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ n-ഉം n+1 ഒന്നിൻ്റെ ഡിഫറൻസ് വരാം, n കഴിഞ്ഞ് അടുത്ത n+1 ആകുമ്പോൾ ഒന്നിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഫോം എന്തായിരുന്നു, നേരത്തെ പറഞ്ഞത് f(n - f(n-1) ഇവിടെ ഒന്നിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ n കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യുന്ന ടേമിനകത്താണ് ഒന്ന് കുറഞ്ഞു വരിക. ഇവിടെ f(n) കഴിഞ്ഞിട്ട് അടുത്ത മൈനസ് ചെയ്യുന്ന ടേമിനകത്താണ് എന്ത് ചെയ്യുക, ഒന്ന് കുറഞ്ഞു വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് നേരെ തിരിച്ചാണ് വന്നേക്കുന്നത്. ഇവിടെ കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് എന്താ, ജനറൽ ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, f(n - f(n-1) എന്ന് കിട്ടണം. അതായത് ഇവിടത്തെക്കാട്ടിലും ഒന്ന് കുറവായിരിക്കണം രണ്ടാമത് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടെ n-ഉം ഇവിടെ n+1 ഒന്ന് കൂടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ n+1 അടുത്ത് ആദ്യം എഴുതുക. അപ്പോൾ n+1 ആദ്യം എഴുതുമ്പോൾ ഈ മൈനസും കൂടെ ചേർത്തെടുത്ത് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് -n+1 ഇനി ബാക്കി വരുന്ന ടേം ഏതാ, 1/n. ഇതിനെ മൈനസ് ചെയ്യേണ്ട ടേമാണ്. ദാറ്റ് ഈസ് -1/n. -1/n ആകുമ്പോൾ എന്താ, +1/n. ഇങ്ങനെ എഴുതുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ആ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയാണ്. ഫോം എന്ന് പറയുന്നത് ആദ്യം n കഴിഞ്ഞ് അടുത്ത രണ്ടാമത് മൈനസ് ചെയ്യുന്ന ടേമാണ് ഒന്ന് കുറഞ്ഞു വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന നേരെ തിരിച്ചാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ആദ്യം വലിയ ടേം എടുത്ത് ആദ്യം എഴുതി, n+1 വരുന്ന ടേം എടുത്ത് ആദ്യം എഴുതിയിട്ട് കുറഞ്ഞു വരുന്ന ടേം എടുത്ത് രണ്ടാമത് എഴുതുക. ദാറ്റ് ഈസ് -1/n+1 ആദ്യം എഴുതി, 1/n രണ്ടാമത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യാനായിട്ട് രണ്ട് മൈനസ് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറി. നമുക്കിത് എന്ത് കിട്ടി, ഇവിടെ -1/n+1 വന്ന് ഇവിടെ -1/n വന്നു. അങ്ങനെയാകുമ്പോൾ f(n) എന്ത് കൊടുക്കാം, f(n) = -1/n+1 കൊടുക്കുകയാണെങ്കിൽ f(n-1) ആകുമ്പോൾ ഇവിടെ ഒന്ന് കുറഞ്ഞു വരും, ഒന്ന് കുറയുമ്പോൾ n+1 വരെ n ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഇത് f(n) ആവും, ഈ കിടക്കുന്ന ടേം എന്താവും, f(n) ആവും, ഈ ടേം എന്തായിട്ട് മാറും, f(n-1) ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താ വരിക, ദാറ്റ് ഈസ് un = f(n - f(n-1) എന്നുള്ള ഫോമായിട്ട് മാറും. un = f(n - f(n-1) ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് Sn എന്നുള്ള സം നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു, Sn എന്നുള്ള സം f(N - f(0) ആയിരുന്നു. ദാറ്റ് ഈസ് f(N) എന്നുള്ളത് ആ ഈ എന്നിനകത്ത് സ്മോൾ n വരെ ക്യാപിറ്റൽ N കൊടുക്കുക. ദാറ്റ് ഈസ് -1/N+1 f(0). ഇവിടെ ഇതിനകത്ത് n വരെ 0 കൊടുക്കുമ്പോൾ എന്താ, ഇപ്പോൾ -1 ആവും. പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആവും, പിന്നെ അത് മൈനസിൻ്റെ മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഈസ് 1 - 1/n+1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n/n
എൻ പ്ലസ് വൺ എന്ന് കിട്ടും.